Now shifting focus, the Union Minister for State and BJP's first Lok Sabha MP from Kerala, Suresh Gopi, has stirred a political controversy after visiting the memorial of Karunakaran, the former CM of Kerala and a veteran Congress leader. Incidentally, while praising Karunakaran, Suresh Gopi referred to Indira Gandhi as the mother of India, while trying to show the statue of Karunakaran, whom he referred to as a courageous leader, saying that he would have a liking to the party that he belonged to. Though Suresh Gopi did clarify that he has a distinct politics of his own, Suresh Gopi also labelled Karunakaran and another former Chief Minister, E.K. Nayanar, as his political gurus. Remember, Nayanar had belonged to the CPIM. Now, incidentally, Suresh Gopi won from Thrissur, defeating Karunakaran's son, K. Muralidharan. ഒരുപാട് സന്തോഷം ഈശ്വരാനുഗ്രഹമായി വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഇതങ്ങനെ തുടരണം എന്ന് തന്നെയാണ്. ലീഡർ ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചു. അത് കഴിഞ്ഞ് പക്ഷേ വ്യക്തമായൊരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി, അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും. NR സഖാവിൻ്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റാണ്. അതുടയാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ച് എൻ്റെ വ്യക്തിയുടെ നിർവഹണം, അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല.